24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തൃശ്ശൂരിൽ ചേർന്ന CPM ജില്ലാ സമ്മേളനം പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഗുരുവായൂർ മുൻ MLA-യും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന KV അബ്ദുൽ ഖാദറാണ് പുതിയ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. പുതിയ ഉത്തരവാദിത്തം, പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിലെ CPIM. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കൂടുതൽ കരുത്താർജിക്കാൻ ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിന് കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ജനങ്ങൾ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തൃശ്ശൂരിലെ CPIM. അത് ഗ്രാമപഞ്ചായത്തുകളിലാവട്ടെ, നഗരസഭകളിലാവട്ടെ, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട്. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ മറികടന്ന് പോകാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. 47,000-ഓളം പാർട്ടി അംഗങ്ങൾ ഈ ജില്ലയിലുണ്ട്. ഓരോ പ്രദേശത്തും വളരെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉണ്ടാക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കാൻ LDFന് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദീർഘകാലം പാർലമെന്റേറിയനായിരുന്നു, അതിനുശേഷം സംഘടനാ നേതൃനിരയിലേക്ക് എത്തുന്നു. എന്താണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്? ജില്ലയിലെ പാർട്ടിയെ 100% വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. തീർച്ചയായും അതിനു വേണ്ടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുക. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പുതിയൊരു ജില്ലാ കമ്മിറ്റി, അംഗസംഖ്യയിൽ വർധനവ്, നേതൃനിരയിൽ വലിയൊരു മാറ്റം, യുവാക്കളുടെ കടന്നുവരവ് ഈ ജില്ലാ കമ്മിറ്റിയെ എത്രമാത്രം കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാനാകുമെന്ന് കരുതുന്നു? ആ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടി. അതായത് CPIM-ൻ്റെ ജില്ലാ നേതൃത്വത്തിൽ പുതിയ ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതിയ യുവ കരുത്ത് പാർട്ടിയെ കൂടുതൽ കരുത്താർജിപ്പിക്കും. അതോടൊപ്പം പഴയ തലമുറയിലെ നേതാക്കളുടെ പിന്തുണയും സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയുമായിട്ട് ഞങ്ങൾക്ക് ജില്ലയിൽ കൂടുതൽ വളർന്നു വരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ ജില്ലാ സമ്മേളനത്തിലടക്കം ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് പോസിറ്റീവായി കണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോക്കല്ലേ? അല്ല, പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. കാരണം 3 വർഷക്കാലം പ്രവർത്തിച്ച ഒരു കമ്മിറ്റിയെ വിലയിരുത്തുമ്പോൾ അത് കേവലമായിട്ടുള്ളൊരു മംഗളപത്ര സമർപ്പണമല്ല. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത്. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും. 6.5 വർഷക്കാലം CPM-നെ തൃശ്ശൂർ ജില്ലയിൽ നയിച്ച MM വർഗീസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വമേധയാ കമ്മിറ്റിയിൽ നിന്നും പിൻവാങ്ങാൻ, അല്ലെങ്കിൽ നേതൃനിരയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാവുകയായിരുന്നു. അതെ, ഞാനത് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും 75 വയസ്സ് അത് തികയുന്നതിന് മുമ്പ് തന്നെ ഞാനിത് പുതിയ ആളുകൾ വരിക എന്നുള്ളതാണ്. പുതിയ ഒരു ലീഡർഷിപ്പ് അത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഉചിതമായ ഒരു സമയത്ത് സന്ദർഭത്തിൽ പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് ചേരാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനത്തിൽ ഞാൻ ആ ചുമതലയിൽ നിന്ന് ഒഴിയുക എന്നത് അത് എൻ്റെ കൂടി ഒരു നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. വളരെ സന്തോഷത്തോടു കൂടി പുതിയ കമ്മിറ്റിക്ക്, അതിൻ്റെ സെക്രട്ടറിക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരുക. ചുമതല ഏറ്റെടുക്കുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റെടുക്കുമ്പോഴും ഈ വെല്ലുവിളികളുണ്ട്. ഞാൻ 2018 ജൂൺ 30-നാണ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോഴും വെല്ലുവിളികളുണ്ട്. അതിനെ തുടർന്ന് വന്നിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കടന്നാക്രമണത്തിൻ്റെ പ്രശ്നങ്ങൾ, വെല്ലുവിളി, എന്താ പറയുക, വലിയ കയ്യേറ്റങ്ങളല്ലേ, കടന്നാക്രമണമല്ലേ ഉണ്ടായത്. അതിനൊക്കെ ഞങ്ങൾ ചെറുത്ത് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഈ സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് ഈ പ്രതിസന്ധിയെ, പ്രത്യേകിച്ച് ED, IT ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുടെ കേന്ദ്ര ഏജൻസികളുടെ കടന്നാക്രമണങ്ങളെ ജില്ലയിലെ പാർട്ടി ഒരൊറ്റ മനസ്സോടെ ഏകകണ്ഠമായി, എന്താ പറയുക, ഒരൊറ്റ മനുഷ്യനെ പോലെയാണ് ഈ കയ്യേറ്റങ്ങളെ, കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മുന്നോട്ട് പോവുക തന്നെ. ജില്ലയിലെ മുതിർന്ന നേതാവായും സംസ്ഥാന കമ്മിറ്റി അംഗമായും ഈ പാർട്ടിക്കൊപ്പം എപ്പോഴും ഉണ്ടാവും. ഒരു സാധാരണ പാർട്ടി അംഗം എന്ന നിലയിലായാലും ഈ പാർട്ടിയോടൊപ്പം എൻ്റെ അവസാന ശ്വാസം വരെ ഈ പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സാഹചര്യങ്ങൾ അനുവദിക്കട്ടെ, ഞാൻ മുന്നോട്ട് പോകും ധൈര്യപൂർവ്വം. ഒരു പ്രശ്നവുമില്ല.
ഓക്കെ. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള തൃശ്ശൂർ ജില്ലാ സമ്മേളനം പൂർത്തിയായി. തലമുറ മാറ്റവും അതോടൊപ്പം തന്നെ നേതൃമാറ്റവുമാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൃശ്ശൂരിലെ കുന്നംകുളത്തു നിന്നും ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.